ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണ ലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. നമുക്ക് ഏവർക്കും അറിയാം, ഇന്ന് ആറ്റുകാൽ പൊങ്കാല സമർപ്പണ ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ദേവി മഹാമായയെ ഭക്ത്യാദരപൂർവ്വം നമ്മൾ വിളിച്ചു ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും ദേവി ആദിപരാശക്തി നടത്തി തരുമെന്നാണ് നമ്മളുടെ ഓരോരുത്തരുടെയും വിശ്വാസം. ദേവി ഭാഗവതം അനുസരിച്ച് ആദിപരാശക്തി ലോകത്തിൻ്റെ മാതാവാണ്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ ആയിട്ടുള്ള ദേവിയാണ് എന്നാണ്. അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ ദേവതാ സങ്കല്പങ്ങളും അവതാരങ്ങളും ജീവവൈവിധ്യങ്ങളും പ്രപഞ്ചവും ഒക്കെ ആദിപരാശക്തി എന്ന മൂലത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നാണ് ദേവി ഭാഗവതത്തിൽ സൂചിപ്പിക്കുന്നത്. ആദിപരാശക്തിയായ ശ്രീ ഭുവനേശ്വരി മണിദ്വീപം എന്ന സ്വർഗീയ നഗരിയിൽ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും രുദ്രൻ തുടങ്ങിയ സർവ്വദേവന്മാരാലും സ്തുതിക്കപ്പെട്ട് സദാശിവ ഫലകത്തിൽ ശ്രീചക്രരാജം എന്ന സിംഹാസനത്തിലിരിക്കുന്ന ജഗദീശ്വരിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആ സർവേശ്വരിയുടെ ഇരുവശത്തും ലക്ഷ്മിയും സരസ്വതിയും നിൽക്കുന്നു. ആദിപരാശക്തിയായിട്ടുള്ള ആ ഭഗവതിയുടെ 3 ഭാവങ്ങളാണ് മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിവർ. ഈ 3 ഭാവങ്ങളിൽ മഹാകാളി ഇച്ഛാശക്തിയും മഹാലക്ഷ്മി ക്രിയാശക്തിയും അതുപോലെ തന്നെ മഹാസരസ്വതി ജ്ഞാനശക്തി എന്നീ രീതിയിലൊക്കെയാണ് സങ്കല്പിക്കപ്പെടാറുള്ളത്. ഇവരെല്ലാവരും താമസിക, രാജസിക, സാത്വിക ഗുണങ്ങൾ കൊണ്ടൊക്കെ വർണ്ണിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ഇത്തരത്തിലുള്ള ഗുണങ്ങളിൽ നിന്നുണ്ടായവരാണ് ഈ ത്രിമൂർത്തികളായിട്ടുള്ള ബ്രഹ്മാവും വിഷ്ണുവും ശിവനും എന്നാണ് ശാക്തേയ വിശ്വാസികൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ത്രിഗുണങ്ങളെല്ലാം എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നവളാണ് ദേവി മഹാത്മ്യത്തിൽ ആദിപരാശക്തി എന്നാണ് അറിയപ്പെടുന്നത്. സകലത്തിലും അതീതമായ എന്ന അർത്ഥത്തിലാണ് പര എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ആദി എന്ന വാക്ക് എല്ലാത്തിനും കാരണഭൂതയായിട്ടുള്ള ദൈവം എന്ന പേരിലും, ശക്തി എന്ന വാക്ക് ഫലം അല്ലെങ്കിൽ വലിയ ഫലം എന്ന അർത്ഥത്തിലുമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദിപരാശക്തി പല പേരുകളിൽ അറിയപ്പെടുന്നു. മഹേശ്വരിയായും, ചണ്ഡികയായും, വൈഷ്ണവിയായും, പരമേശ്വരിയായും, ജഗദംബികയായും, കാർത്യായനി ദേവിയായും, ദുർഗയായും, ഭഗവതിയായും ആദിപരാശക്തി അറിയപ്പെടുന്നു. ശിവശക്തിയായിട്ടുള്ള ആദിപരാശക്തിക്ക് 3 ഭാവങ്ങളാണുള്ളത്. പാർവതീദേവി സാത്വിക ഭാവത്തിലും, അതായത് സാത്വിക ഭാവത്തെ ഉണർത്തി അന്നപൂർണേശ്വരിയായിട്ട് നമുക്കെല്ലാവർക്കും അന്നവും അഭയവും ഐശ്വര്യവും ഒക്കെ അരുളുന്ന ദേവിയായിട്ടാണ് പാർവതീദേവി നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ ദുർഗാദേവി രാജസഭാവത്തിലാണ് നിലനിൽക്കുന്നത്. മനുഷ്യരുടെ ദുഃഖങ്ങളെയും ദുർഗതികളെയും നശിപ്പിക്കുന്ന ദേവിയായിട്ടാണ് കണക്കാക്കുന്നത്. ആപത്തിൽ രക്ഷയും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന കാളി താമസഭാവത്തിലാണ് അരുളുന്നത്. മനുഷ്യരിലെ ദുഷ്ടശക്തികളെ സംഹരിച്ച് രോഗദുരിതങ്ങളെ എല്ലാം ഇല്ലാതെയാക്കി എല്ലാവർക്കും എല്ലാം ശുഭം പ്രദാനം ചെയ്യുന്ന ദേവിയായിട്ടാണ്, കാളിയായിട്ടാണ് മഹാകാളി അല്ലെങ്കിൽ ഭദ്രകാളി നിലനിൽക്കുന്നത്. ലളിത ത്രിപുര സുന്ദരിയെയും പരമേശ്വരനെയും ബ്രഹ്മാണ്ഡ പുരാണത്തിൽ നിന്ന് എടുത്തിട്ടുള്ള അമൂല്യ ഗ്രന്ഥമായിട്ടുള്ള ലളിതാ സഹസ്രനാമത്തിൽ 1000 നാമത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നമ്മുടെ ഈ ലോകത്തിൻ്റെയും അധിപതിയായിട്ട് വാഴുന്ന മാതാവായിട്ടുള്ള ആദിപരാശക്തിയെ ഭക്ത്യാദരപൂർവ്വം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ സർവ്വവിധ ദോഷങ്ങളും മാറി നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നല്ല രീതിയിൽ ദേവി നടത്തി തരുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന ഭക്തരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറി ഒരു നല്ല ജീവിതം നയിക്കാൻ ആണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അതിനാൽ ഇത്തരത്തിൽ പറയുന്ന മന്ത്രജപത്തിലൂടെ, അസാധ്യമായിട്ടുള്ള ഒരു മന്ത്രമാണ് ആ മന്ത്രജപത്തിലൂടെ ആദിപരാശക്തിയുടെ കടാക്ഷം നമ്മളിലേക്ക്
പകർന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദിപരാശക്തിയുടെ ഒരു കടാക്ഷം നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു ദുഃഖങ്ങളും സങ്കടങ്ങളും അല്ലെങ്കിൽ പ്രതിസന്ധികളും ഒന്നും നമ്മളെ ബാധിക്കില്ല എന്നുള്ളത് പരമമായിട്ടുള്ള സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ജാതിയോ ലിംഗമോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും ആദിപരാശക്തിയെ പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുവാൻ എല്ലാവരും പ്രയത്നിക്കുന്നതും. അപ്പോൾ ഈ പറയുന്ന ഈ ഒരു മന്ത്രം അത്രത്തോളം വിശേഷപ്പെട്ട ഒരു മന്ത്രമാണ്. ഇന്ന് ആറ്റുകാൽ പൊങ്കാല ദിവസം വൈകുന്നേരം നിങ്ങളുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് ആദിപരാശക്തിയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിൻ്റെയുള്ള തുടർ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുടനീളം കാണുന്നതാണ്. എല്ലാ ഗുണങ്ങളും ഭഗവതി നിങ്ങൾക്ക് നേരിട്ട് പ്രകടമാക്കി തരുന്നതാണ്. ആദിപരാശക്തിയെ പൂജിക്കേണ്ട മന്ത്രം ഇതാകുന്നു: ഓം ആദി അനാദി ഭഗവതി ഐം കാരിണി ആനന്ദേശ്വരി നമഃ. ശ്രീ വേദനാഥ ജഗദിദം സർവഭൂതേന്ദ്രിയ സംഭൂതമേ നമഃ. ജഗത്സ്വരൂപിണി ജനനി പരാശക്തി പ്രജായേതി നമഃ.